So we are moving to next area, written communication. We know that the written communication is a form of verbal communication by using written words or other than using spoken words may be called. Okay, എന്താണ് written communication എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ written communication means sending of messages, orders or instructions in writing through letters, circulars, manuals, reports, office memos, ബുള്ളറ്റിൻസ് എക്സെട്ര. അപ്പോൾ ബിസിനസ്സിനുള്ളിലെ ഒഫീഷ്യൽ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ബിസിനസ്സിനുള്ളിൽ മെസ്സേജസ് അതുപോലെ ഓർഡേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാസ് ചെയ്തത് ലെറ്റേഴ്സ് വഴിയായിട്ടും സർക്കുലേഴ്സ് വഴിയായിട്ടും അതുപോലുള്ള മാനുവൽസ്, റിപ്പോർട്ട്സ്, ബുള്ളറ്റിൻസിലൂടെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്നതാണ് ഇറ്റ്സ് എ ഫോർമൽ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതാണൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഈസ് ലെസ് ഫ്ലെക്സിബിൾ. എ റിട്ടൺ ഡോക്യുമെന്റ് ബിക്കംസ് എ പെർമനന്റ് റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. അപ്പോൾ നമുക്കറിയാം ബിസിനസ്സിനുള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുന്നത്, എഴുതി കൊടുക്കുന്നത് മാത്രമേ ഫ്യൂച്ചർ റെഫറൻസ് ഉണ്ടാവുള്ളൂ, വാലിഡിറ്റി ഉണ്ടാവുള്ളൂ, പ്രൂഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫോർ ദ പർപ്പസ് ഓഫ് ഫ്യൂച്ചർ റെഫറൻസ് വി നീഡ് എ റിട്ടൺ ഡോക്യുമെന്റ്. അപ്പോൾ അതൊക്കെ ബിസിനസ്സിൻ്റെ കസ്റ്റഡിയിൽ സേഫ് ആയിട്ട് ഉണ്ടാവും. റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ എക്സ്പേർട്ടായ പ്രൊഫഷണൽസ് അവർ ഞൊടിയിടയിൽ തന്നെ മെസ്സേജസ് പാസ് ചെയ്യും. അവർക്ക് എല്ലാ ലാംഗ്വേജും, എന്ത് ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്നും ഏത് സമയത്ത് യൂസ് ചെയ്യണമെന്നും ഒക്കെ അവർക്ക് വളരെ പെട്ടെന്ന് അറിയാം, അവർ എക്സ്പേർട്ട് ആയതുകൊണ്ട്. അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ ഗ്രാമേഴ്സും അതുപോലെയുള്ള പങ്ക്ച്വേഷൻസും ഒക്കെ ഈ പ്രൊഫഷണൽസിന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയും അവരതിന് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നു. എ സക്സസ്ഫുൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് കെയർഫുൾ തോട്ട് ആൻഡ് ക്ലിയർ പ്ലാനിങ്. അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവുന്നത് കമ്മ്യൂണിക്കേഷന് മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്, ഒരു ക്ലിയർ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു കെയർഫുൾ തോട്ടും ഉണ്ടായിരിക്കണം. കാരണം റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ യാതൊരു വിധത്തിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ ആംബിഗ്വിറ്റിയോ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റർ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയായിരിക്കണം റീഡറും വായിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദാറ്റ് ഈസ് written communication generally used with the clients or other business. They include email, internet websites, letters, proposals, telegrams, faxes, postcards, contracts. അപ്പോൾ ബിസിനസ് അവരുടെ ക്ലയൻസോ അല്ലെങ്കിൽ മറ്റു ബിസിനസ്സുകളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ കണ്ടത്. ഇമെയിൽ, അതുപോലുള്ള ഇൻ്റർനെറ്റ് വെബ്സൈറ്റ്, ലെറ്റേഴ്സ്, പ്രപ്പോസൽസ്, ടെലഗ്രാംസ്, ഫാക്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോംസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഏകദേശം റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ എങ്ങനെയൊക്കെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസ് ഹൗ ദേ കമ്മ്യൂണിക്കേറ്റ് ബൈ റൈറ്റിംഗ്, എങ്ങനെയാണ് ഒരു ബിസിനസ്സിലെ പ്രൊഫഷണൽസ് എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ ഫോംസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെയാണ് ലെറ്റേഴ്സ്. ഈ ലെറ്റേഴ്സ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്, അല്ലേ? പുറമേ ആൾക്കാരുമായിട്ട്, ക്ലയൻസോ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഫോമാണ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ലെറ്ററിനൊരു കോംപ്ലക്സ് ലേ ഔട്ട് ഉണ്ട്, അല്ലെ? ഒരു ലേ ഔട്ട് ഉണ്ട്, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അതിൻ്റെ ഫ്രം ടു സബ്ജക്റ്റ്, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നോ, ഓക്കെ, ഒരു ഇൻഫോർമൽ ലെറ്റർ അല്ല, ഫോർമൽ ലെറ്ററാണ്. ഓക്കെ, ഒരു ബിസിനസ്സിൽ നിന്ന് പോകേണ്ട ലെറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോർമാലിറ്റി കീപ്പ് ചെയ്യണം. അപ്പോൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമോ അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അത് റെഫറൻസ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇനി അത് നമുക്ക് ഒരു ലെറ്റർ വേണമെങ്കിൽ ടൈപ്പ്ഡ് ആവാം, അതല്ലെങ്കിൽ പ്രിൻറ്റഡ് ആവാം. ഓക്കെ, കമ്പനീൻ്റെ ലെറ്റർ ഹെഡിൽ അത് പ്രിൻറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അത് സെൻഡ് ചെയ്യുന്നത് ഒരു മെയിൽ വഴിയോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അല്ലെങ്കിൽ ഹാൻഡ് ഡെലിവറി നേരിട്ട് പോയി കൊണ്ടു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് മെമ്മോ. മെമ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറാണ്ടം, അതിൻ്റെ ഷോർട്ട് ഫോമാണ് മെമ്മോ. A memo is usually an informal message between the members of an organization and generally relates to daily work. ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഫോർമൽ മെസ്സേജ് അല്ലെങ്കിൽ മെത്തേഡാണ് മെമ്മോ എന്ന് പറയുന്നത്. അത് അവരുടെ ഡെയിലി വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടന്റുകളായിരിക്കും അവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്.
ഓക്കെ, കൂടുതലായിട്ടും ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും മെമ്മോ വഴി കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മെമ്മോ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, സ്മോൾ ആൻഡ് യൂസ്ഡ് ഫോർ ബ്രീഫ് മെസ്സേജസ്. ചെറിയ കണ്ടൻറ്റ് അല്ലെങ്കിൽ ചെറിയ മെസ്സേജ് ആയിരിക്കും ഈ ഒരു മെമ്മോ വഴി പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മെമ്മോയിൽ കമ്പനീൻ്റെ പ്രിൻറ്റഡ് നെയിം മെമ്മോൻ്റെ ടോപ്പ് പൊസിഷനിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ കുറച്ച് സ്പേസ് വിട്ട് ഡേറ്റ് ഉണ്ടാവും, സെൻറ്ററിൻ്റെ നെയിം ഉണ്ടാവും, സെൻറ്റർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ റിസീവറിൻ്റെ നെയിം ഉണ്ടാവും, റിസീവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതും എന്നും കാണാം. അപ്പോൾ ഇതാണ് ഒരു ഓർഗനൈസേഷനിൽ ഇൻഫോർമലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ, ഇൻറ്റേർണൽ ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡേ ടു ഡേ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മെമ്മോ അയക്കുന്നത് അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നത്. മൂന്നാമത്തത് നോട്ടീസ്. എ നോട്ടീസ് ഈസ് യൂസ്ഡ് വെൻ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ഹാവ് ടു ബി ഗിവൺ ദ സെയിം ഇൻഫർമേഷൻ. അപ്പോൾ നോട്ടീസ് അയക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സിനും പൊതുവേ അറിയേണ്ട കാര്യങ്ങളാണ് നോട്ടീസിലൂടെ പറയുന്നത്. അപ്പോൾ പൊതുവായിട്ട് എല്ലാ മെമ്പേഴ്സിനോടും, അപ്പോൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഒരു നോട്ടീസ് വഴി നോട്ടീസ് ബോർഡിലോ ഒക്കെ പബ്ലിഷ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. നോട്ടീസ് വളരെ ഷോർട്ടാണ്. ഓക്കെ, ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ടായിരിക്കും. ആൻഡ് ടൈപ്പ് ഈസ് ലാർജ്, വെൽ സ്പേസ്ഡ് ഫോർ ഈസി റീഡിങ്, ആൻഡ് നോട്ടീസ് ഈസ് പുട്ട് അപ്പ് ഓൺ ദ നോട്ടീസ് ബോർഡ്. ഓക്കെ, നാലാമത്തെ ഫോം എന്ന് പറയുന്നത് സർക്കുലർ. എ സർക്കുലർ ഈസ് എ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ് ഗിവിംഗ് ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻസ് ഓർ ഓർഡേഴ്സ് ഓൺ എ സ്പെസിഫിക് മാറ്റർ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഒരു സർക്കുലർ അയക്കുകയുള്ളൂ. പ്രൊവൈഡിങ് ദാറ്റ് എനി ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻ ഓർ ഓർഡേഴ്സ്. ഓക്കെ, ഇനി ഒരു സർക്കുലറിൽ ഒരു നമ്പർ ഉണ്ടാവും, ഡേറ്റ് ഫോർ റെഫറൻസ്, ആൻഡ് ഇറ്റ് ഈസ് സൈൻഡ് ബൈ ദ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഓഫ് ദ ഇഷ്യൂയിങ് ഓഫീസ്. അപ്പോൾ ഇഷ്യൂയിങ് ഓഫീസിൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു റെഫറൻസ്, ഡേറ്റ് ഓഫ് റെഫറൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ സർക്കുലർ നമ്പർ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം സർക്കുലർ ഇഷ്യൂ ചെയ്യുന്നത് ഒഫീഷ്യൽ ബോഡീസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇറ്റ് ഈസ് മേ ബി ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ അതർ ഒഫീഷ്യൽ ബോഡീസ് ലൈക്ക് കൗൺസിൽ, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹെഡ് ഓഫീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആൻഡ് സർക്കുലേഴ്സ് ആർ സെൻഡ് ബൈ മെയിൽ ഓർ ഫാക്സ്. ഓക്കെ, ഒഫീഷ്യൽ കൗൺസിലുകൾ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ്, ഗവൺമെൻറ്, ഹെഡ് ഓഫീസൊക്കെയാണ് സർക്കുലർ അയക്കുന്നത്. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രമേ സർക്കുലർ അയക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇത് സെൻഡ് ചെയ്യുന്നത് മെയിൽ വഴിയോ ഫാക്സ് വഴിയോ ആയിട്ടായിരിക്കും. ഇനി അഞ്ചാമത്തെ എന്ന് പറയുന്നത് റിപ്പോർട്ട്. എ റിപ്പോർട്ട് ഈസ് ഡോക്യുമെൻറ്റ് പ്രിപ്പയർഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ എ കമ്മിറ്റി എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ ഓൺ എ ഗിവൺ സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു റിപ്പോർട്ടിൽ ശ്രദ്ധിക്കേണ്ടി വരും. ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം, ഹൈപ്പോത്തിസിസ്, അതുപോലെ തന്നെ അതിൻ്റെ ബോഡി കണ്ടൻറ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മളെന്താണ് നമ്മുടെ ഫൈൻഡിങ്സ്, സജഷൻസ്, കൺക്ലൂഷൻസ്, അല്ലേ, റെക്കമെൻഡേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ, ഓക്കെ, സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റി ആയിരിക്കും. ഇനി എന്തിനു വേണ്ടിയിട്ട്? ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഓൺ എ ഗിവൺ സബ്ജക്റ്റ്. അപ്പോൾ ഏത് സബ്ജക്റ്റാണോ അവർ റിസർച്ച് വർക്കിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ആ ഇൻഫർമേഷൻ ആയിരിക്കും അവർ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതും. അപ്പോൾ അതിനെന്ത് വേണം? ഇറ്റ് റിക്വയർസ് കെയർഫുൾ റിസർച്ച്. അപ്പോൾ റിസർച്ച് ആക്ടിവിറ്റിയാണ്. ഒരു പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത് എന്താണ്? ഒരു റിസർച്ച് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിനെ കൂടുതലായിട്ട് പ്ലാൻ ചെയ്യണം, നമ്മതിനെ വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് ഒരുപാട് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തണം, ഡാറ്റ കളക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫൈൻഡിങ്സ് പ്രിപ്പയർ ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്യണം, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവും, നമ്മളതിനൊരു റെക്കമെൻഡേഷൻ കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു റിപ്പോർട്ടുമായിട്ട് പറയാനുള്ളത്. റിപ്പോർട്ട്സ് ആർ വേരിയിങ് ലെങ്ത് ആൻഡ് മേ ബി എനിത്തിങ് ഫ്രം 2 pages ടു എ ഫുൾ ബുക്ക് ഡിവൈഡ് ഇൻ 2 pages. അപ്പോൾ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്തിനെപ്പറ്റി പഠിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ആൻഡ് ഇറ്റ്സ് വേരിയിങ് ലെങ്ത്, അത് നമുക്കത് കൃത്യമായിട്ട് ഒരു പേജ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. മേ ബി എനിത്തിങ് ഫ്രം 2 pages ടു എ ഫുൾ ബുക്ക്. നെക്സ്റ്റ് പോയിന്റ്, മിനിറ്റ്സ്. അപ്പോൾ എന്താ മിനിറ്റ്സ് എന്നുള്ള കാര്യം നമുക്കറിയാം. മിനിറ്റ്സ് ആർ ദ റിട്ടൺ റെക്കോർഡ് ഓഫ് ഡിസിഷൻ ടേക്കൺ അറ്റ് എ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ മീറ്റിങ്ങിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് എന്ന് എഴുതി റെക്കോർഡ് ചെയ്യുന്നതാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു മിനിറ്റ്സ് തയ്യാറാക്കുന്നത് ഒന്നെങ്കിൽ കൈകൊണ്ട് എഴുതാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം, അത് പ്രിൻ്റ് എടുത്തിട്ട് മിനിറ്റ്സ് ബുക്കിൽ ഒട്ടിച്ച് വെക്കാം. അതല്ലെങ്കിൽ എന്താണ്, ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് ഒരു മിനിറ്റ്സ് ഫയലിൽ അത് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. മിനിറ്റ്സ് ആർ എ ലീഗൽ ഡോക്യുമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫോംസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ: ലെറ്റേഴ്സ്, മെമോസ്, നോട്ടീസ്, സർക്കുലേഴ്സ്, റിപ്പോർട്ട്സ് ആൻഡ് മിനിറ്റ്സ്. ഓക്കെ, ഇനി ഒരു ചെറിയ ഒരു ഏരിയയും കൂടെ പറയാനുണ്ട്. ജൂദിത്ത് ഹാസ് ഐഡൻറ്റിഫൈഡ് 4 common errors which you must avoid in order to improve your writing competency. 4 common errors സംഭവിക്കാം. അത് എന്താണ്, തീർച്ചയായിട്ടും റൈറ്റിംഗ് കോമ്പിറ്റൻസി ഇമ്പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 എറേഴ്സ്? അപ്പോൾ റൈറ്റിങ്ങിൽ സംഭവിക്കാവുന്ന ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള 4 എറേഴ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. കൺഫ്യൂസിങ് ലാംഗ്വേജ്, വെർബോസിറ്റി, പുവർ സെൻറ്റൻസ് സ്ട്രക്ചർ, ഇൻഫർമേഷൻ ഓവർലോഡ്. അതിൽ ഒന്നാമത്തത് കൺഫ്യൂസിങ് ലാംഗ്വേജ്. കൺഫ്യൂസിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എഴുതി കൊടുക്കുന്ന വേർഡ്സ് മിസ്ലീഡിങ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു റൈറ്റർ ഉദ്ദേശിച്ച കാര്യം തന്നെ റീഡർ ഉൾക്കൊള്ളണമെന്നില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബാരിയർ വരികയാണ് ബിറ്റ്വീൻ ദ റൈറ്റർ ആൻഡ് ദ റീഡർ. Some words are ambiguous, vague, trendy, exaggerated or inflated. അപ്പോൾ റൈറ്ററിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ വേർഡ്സും റീഡറിന് അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ഫെമിലിയർ വേർഡ്സ്. അപ്പോൾ എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന വേർഡ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒറ്റ വേർഡിൽ തീരേണ്ടത് എന്താക്കുക, ഒരു ലോങ് സെൻറ്റൻസിലൂടെ പറയുക. അപ്പോൾ എന്താണ്, കാര്യങ്ങൾ കുറച്ചും കൂടെ ഫെമിലിയർ ആക്കുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ ആക്കുക. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വെർബോസിറ്റിയാണ്. വെർബോസിറ്റി മീൻസ് യൂസ് ഓഫ് ടു മെനി വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ യൂസ് ഓഫ് വേർഡ്സ്. ഒരുപാട് വേർഡ്സ് ഉപയോഗിക്കുന്ന വഴി റീഡർക്ക് മെസ്സേജ് മനസ്സിലാവാതെ വരികയാണ്. ദാറ്റ് മേ ഇറിറ്റേറ്റ്, കൺഫ്യൂസ് ആൻഡ് ബോർ ദ റീഡർ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പുവർ സെൻറ്റൻസ് സ്ട്രക്ചർ. ഒരു സെൻറ്റൻസ് തയ്യാറാക്കുന്നതിനുള്ള പോരായ്മയാണ് ഇത് ഉദ്ദേശിച്ചത്. ഇറ്റ് മീൻസ് റൈറ്റിംഗ് ഫ്രാഗ്മെൻറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കംപ്ലീറ്റ് സെൻറ്റൻസസ്. അപ്പോൾ മുഴുവനായിട്ട് ഒരു സെൻറ്റൻസ് കൃത്യമായിട്ട് ഗ്രാമറും അതുപോലുള്ള പങ്ക്ച്വേഷൻസും ഉപയോഗിച്ച് എഴുതാതെ ഒരു ഫ്രാഗ്മെൻറ്റ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല. അപ്പോൾ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു പോവാണ്. ട്രൈ ടു കീപ് സെൻറ്റൻസ് ഷോർട്ട് ആൻഡ് കോമ്പാക്ട് ടു എൻഷുർ ദാറ്റ് ദേ ആർ കറക്റ്റ്, ലോജിക്കൽ ആൻഡ് ഈസി ടു റീഡ്. ഒരു സെൻറ്റൻസ് തയ്യാറാക്കുമ്പോൾ അത് വളരെ ഷോർട്ടായിരിക്കണം, അത് കറക്റ്റ് ആയിരിക്കണം, ലോജിക്കലായിരിക്കണം, ഈസി ടു റീഡ്. ലാസ്റ്റ് പോയിന്റ്, ഇൻഫർമേഷൻ ഓവർലോഡ്. ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ. റീഡർ ബിക്കംസ് ഓവർവെൽംഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. അപ്പോൾ ഒന്നിലധികം ഒരുപാട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന വഴി റീഡർക്ക് ശരിക്കും അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ പോവുകയാണ്, കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ്. റീഡർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. അതോടൊപ്പം തന്നെ റീഡർക്ക് ഒരുപാട് ഡൗട്ട്സ്, സംശയങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ഓവർലോഡ് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ യു മസ്റ്റ് സോർട്ട് ദ ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ ക്ലിയർ, കൺസൈസ് ആൻഡ് റിലവൻറ്റ് റിട്ടൺ വർക്ക്. അതുകൊണ്ട് ഒരു റൈറ്റർ ഇൻഫർമേഷൻ ഓവർലോഡ് ആവാതിരിക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ക്ലിയർ ആയിട്ട്, അത് വളരെ വ്യക്തമായിട്ട്, കൺസൈസ് ആയിട്ട്, റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിന് വളരെ ഇൻഫർമേഷൻ സോർട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ട ഇൻഫർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻഫർമേഷൻ ഓവർലോഡ് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. സെഷനിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പഠിക്കാം. ഓക്കെ, താങ്ക് യു.